തൃശൂർ കൈപ്പറമ്പിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. ഇടക്കളത്തൂർ സ്വദേശിനി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസ് പറയുന്നത്? സൂരജ് സജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇതേപ്പറ്റി പോലീസ് പറയുന്നത്? വേണു, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അമ്മയെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി. ഇന്നലെ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മദ്യം വാങ്ങി വീട്ടിലെത്തുകയും വീട്ടിലിരുന്ന് മദ്യപിക്കുകയുമായിരുന്നു. വൈകുന്നേരത്തോടു കൂടി സന്ധ്യാസമയത്ത് അമ്മയെ തനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അമ്മയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അമ്മയും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അങ്ങനെ ഈ അമ്മയുമായി വഴക്കുണ്ടാക്കുന്നു. പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയുടെ തലയ്ക്കും താടിക്കും പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹം ഈ അമ്മ വെട്ടുകൊണ്ട് താഴെ വീഴുന്ന സമയം ഇദ്ദേഹം മുറിയിൽ പോയി ഏറെ നേരം കിടന്നു. ആ സമയത്ത് രക്തം വാർന്ന അവശ്യ നിലയിലാവുകയായിരുന്നു ഈ ചന്ദ്രമതി എന്ന അമ്മ. പിന്നീട് ഇയാൾ തന്നെയാണ് പേരാമംഗലം പോലീസിനെ വിളിച്ച് വിവരം പറയുന്നത്. അത് പ്രകാരം പേരാമംഗലം പോലീസ് ആംബുലൻസുമായി എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പുലർച്ചെ 2 മണിയോടുകൂടി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും മകനെ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ്. നിലവിൽ പ്രതി ഈ സ്റ്റേഷനിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രതിയായിട്ടുള്ള സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വേണു, സൂരജ്, ഇയാള് മുൻപും ഇത്തരം ആക്രമണങ്ങളൊക്കെ നടത്തുന്നൊരു പശ്ചാത്തലമുള്ള ആളാണോ? വേണു, നേരത്തെയും ഇദ്ദേഹത്തിന്റെ മദ്യപിച്ച് കഴിഞ്ഞാൽ ആള് വലിയ പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെയും ഈ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇദ്ദേഹം മദ്യപാനം ഉൾപ്പെടെ നിർത്തിയിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് താമസം മാറ്റുന്നത്. 1 വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട്. ഇതിന്റെ ഈ വീടിന്റെ ഹൗസ് ഓണറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ഇതിനു മുമ്പും ഇദ്ദേഹം ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. പോലീസ് ഇവിടെ എത്തുമ്പോഴാണ് നാട്ടുകാർ ഉൾപ്പെടെ ഈ സംഭവം അറിയുന്നത്. വേണം. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.